ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ രാത്രി പോവുകയാണ്. ഇന്ന് മൊത്തം അമ്മ ഈ കഷ്ടപ്പാടായിരുന്നു കേട്ടോ. എന്തായിരുന്നു അമ്മയുടെ ആ ഒരു കഷ്ടപ്പാട്? പറ അമ്മ, പറ. നീ കണ്ടതല്ലേ, നീ പറ. ഗൈസ്, വീട്ടില് ഗ്യാസ് ഇല്ല കേട്ടോ. അവിടെ ഗ്യാസ് കുറ്റിയൊക്കെ തീർന്നു. 2 കുറ്റിയും കാലിയായി ഇല്ലേ അമ്മ? 2 കുറ്റിയും കാലിയായി. നമുക്ക് ആദ്യമേ കഴിഞ്ഞതിന്റെ അങ്ങേ മാസം 1 കുറ്റി തീർന്നായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഈ സാധനം ഇതുവരെ വന്നില്ല. അങ്ങനെ 2ാമത്തെ കുറ്റിയും തീർന്നു കേട്ടോ. ഗൈസ്, അമ്മ 2 ദിവസം കൊണ്ട് വിറകടുപ്പിലൊക്കെ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ചായ ഇടുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ അമ്മ വിറവിലാണ് ചെയ്യുന്നത്. വിറവുണ്ട്, അതുമില്ല. മൊത്തത്തിൽ കഷ്ടം പിടിച്ച അവസ്ഥയാണ് കേട്ടോ. വിറവ് കുറെ വട്ടയുടെ വിറവ് കൂടെ നിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ അത് അണഞ്ഞാ പിന്നെ ഇല്ല. നമ്മള് മെയിനായിട്ട് അങ്ങനെ ഇൻഡക്ഷൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ ഇരുന്ന ആ സാധനം കേടായി പോയിട്ട്. അതുകൊണ്ട് പുതിയ സാധനം മേടിക്കാനായിട്ട് ലുലിലോട്ട് പോവാം. പുതിയ ഇൻഡക്ഷൻ ഇന്ന് കൊച്ചുവിനടുത്ത് പറഞ്ഞു, കൊച്ചു എനിക്ക് വയ്യ. അമ്മ എന്റെ അടുത്ത് രാവിലെ ഇറങ്ങട്ടെ ധൈര്യമായിട്ട്, കൊച്ചു എനിക്കിനി വയ്യ, ഇവിടെ വിറകും ഇല്ല ഗ്യാസും ഇല്ല, ഇൻഡക്ഷൻ വേണം. അങ്ങനെ ഇപ്പൊ മേടിക്കാനായിട്ട് പോവാട്ടോ. അല്ലെങ്കിൽ നേരത്തെ പോയാനായിരുന്നു, പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് രാത്രി പോയെങ്കിൽ മേടിച്ചു കൊടുക്കാം. അതല്ല ഇനിയിപ്പം അല്ലെങ്കിൽ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അത് ഇനി ബുദ്ധിമുട്ടല്ലേ. മറ്റേ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ല, ഓവനകത്തൊക്കെ കയറ്റിയൊക്കെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റില്ല. അരി വയ്ക്കാൻ പറ്റൂലേ? എനിക്കറിയത്തില്ല. ഞാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റും, ചായ ഇടാൻ പറ്റുമോ? ചായ ഇടാൻ പറ്റുമോ ഓവന്? പറ്റും. ഇച്ചിരി വെള്ളം വെച്ച് ചൂടാവൂലേ ഈ സാധനം? തിളച്ചാൽ മുട്ടയൊക്കെ പുഴുങ്ങായിരിക്കും. ഇല്ല, പുഴുങ്ങിയൊക്കെ എടുക്കാൻ പറ്റുന്ന സംഭവം പറ്റില്ല. തിളപ്പിക്കാനൊന്നും കൊള്ളത്തില്ല. എന്തെങ്കിലൊക്കെ ഉള്ള സാധനം ചൂടാക്കി എടുക്കാം. നിങ്ങൾ അതിലൊക്കെയാണ് അതെടുത്തോണ്ട് കയറ്റി വെക്കില്ല. നമ്മളിപ്പം ഗ്യാസിന് ഓർഡർ ചെയ്തിട്ട് എത്ര നാളായി? ഗ്യാസിന് ഓർഡർ ചെയ്തിട്ട് 1 മാസത്തിൽ കൂടുതലായി. പിന്നെ LPGക്ക് റേറ്റും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഗൈസ്, നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പറ കേട്ടോ. ഇതൊക്കെ കാണുമ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാണുമ്പോ സന്തോഷം. നമ്മുടെ വീട്ടിൽ മാത്രമല്ലല്ലോ. എന്തൊരിത്, അതോട്ട് കമന്റ് ചെയ്യും. വിറവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് വിറവടുപ്പിലെല്ലാം വെക്കാന്ന് വെക്കാം. ഇത് വിറവും കുറവാ, ഗ്യാസും ഇല്ല. കാപ്പി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, എന്നാ തിന്നേ വേണം. ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും. സമയം പോയേട്ടാ. സമയം എത്ര മണി? നാളെ 9 മണി ഉണ്ടായിരുന്നു. നാളെ എനിക്ക് ചായയുടെ നാളെ ചായയുടെ ഉള്ളതാ. ഇങ്ങോട്ടങ്ങോട്ട് കേറുമ്പോഴേ മണമാ ഫുഡിന്റെ. പാരങ്ങളും കൂടെ സൈഡിലുള്ളോണ്ടേ ഇങ്ങനെ മാടി വിളിക്കും. വിശക്കുന്ന്. പക്ഷെ ആദ്യം പോയിട്ട് അത് മേടിക്കാം. നല്ല തിരക്ക് കേട്ടോ. ഞായറാഴ്ച കൂടെ ആയോണ്ടേ. ഇന്ന് ഞായറാ. ഇൻഡക്ഷൻ ഇല്ലേ? ഔട്ട് ഓഫ് സ്റ്റോക്ക്. തീർന്ന ഇൻഡക്ഷൻ ഇല്ല കേട്ടോ. എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. മേടിച്ചോണ്ട് പോയ എല്ലാരും. ഇതൊക്കെ നേരത്തെ വന്ന് മേടിക്കണമായിരുന്നു. ഇനി എനിക്കൊന്ന് ഓർഡർ ചെയ്യാനേ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോ പട്ടി എന്തൊക്കെയെന്ന് പറഞ്ഞാൽ കഴിയും. നിങ്ങളെ ലുലിന്റെ താഴോട്ട് ഒരു അടുപ്പ് കൂട്ട്. എന്നിട്ട് നാളെ ചായ ഇട്ട് കുടിച്ചിട്ട് വന്നാൽ ഒരെണ്ണവും സ്റ്റോക്കില്ല കേട്ടോ. എനിക്കൊന്ന് എല്ലായിടത്തും ഗ്യാസ് കുറ്റി തീർന്നോണ്ടേ എല്ലാരും വന്ന് മേടിച്ചോണ്ട് പോയടേ. മൈജി കയറിയോ കല്ലേ? അതൊക്കെ എങ്ങനെ? ഇതൊക്കെ വരുന്നതിന് മുമ്പ് നേരത്തെ മേടിച്ചു വെക്കണ്ടേ? അച്ഛൻ വേണമായിരുന്നു. ഇപ്പം നിങ്ങളെ പറപ്പിച്ചാരേ ഇപ്പം. സാധനം തീരുമ്പോഴല്ലേ നമ്മള് നോക്കുന്നത്. ഇത് തീർന്നപ്പോ ഞാൻ വിചാരിച്ച് വന്ന് മേടിക്കാന്ന്. ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കൈ കാണിക്ക്. കൺഗ്രാറ്റ്സ്. മൈജിയിലും ഇല്ല. അവിടെ വിളിച്ചു ചോദിച്ചു ചേട്ടാ, എങ്ങും ഇൻഡക്ഷൻ സ്റ്റോക്ക് ഇല്ല. ഇനി വന്നാലേ ഉള്ളൂ. അടുത്ത ആഴ്ചയൊക്കെ ഞാൻ ഓർഡർ ചെയ്താലും കുറച്ച് എടുക്കും തോന്നുന്നു. കുറച്ച് ദിവസം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻഡക്ഷൻ ഇല്ലാത്ത നമുക്കിനി എവിടെയെങ്കിലും ടൂറ് വയ്യല്ലേ? എന്ത് ചെയ്യാനടേ? അത് ഇല്ലടേ. എന്തിനാ നമ്മള് വന്ന് ഇത് മേടിക്കാനായിട്ട് ഓടിപ്പിടത്തി വന്ന സത്യോടെ. അത് ഈ സമയത്ത് വന്ന അതിനാണ് കേട്ടോ. രാവിലെ ഇനി എന്തോ തിന്നും. എനിക്ക് കടയിൽ നിന്ന് വേണ്ട. എനിക്ക് കടയിൽ നിന്ന് എനിക്ക് വേണ്ട. എനിക്ക് പൊറോട്ട ഒന്നും വേണ്ട. രാവിലെ തന്നെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് പുട്ടായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. നാളെ ലൈലാമ്മയുടെ കടയിൽ പോയിട്ട് 1 കെട്ട് വിറവ് മേടിച്ചോണ്ട് വെക്കാം. 1-2 കെട്ട് മേടിച്ചോണ്ട് വെക്കാം. അത് തീയരിച്ച് ഉണ്ടാക്കാം.
ഓക്കെ നാളെ തന്നെ നമ്മൾ നോ ഗ്യാസ് ചലഞ്ചാണ് അല്ലേ? ചലഞ്ച് കൊച്ചു. നാളെ ഒരു ദിവസം എല്ലാം കൊച്ചു വയ്ക്കുന്നത്, പിന്നെ മറ്റന്നാ അച്ഛൻ. ഞാൻ ഒരു ദിവസം ഒന്നട ഇട്ട് ഗ്യാസൊന്നും ഇല്ലാതെ ആരും വീട്ടിൽ വേർത്തില്ല. കണ്ട തിരക്ക്, കാര്യങ്ങളിൽ ഭയങ്കര തിരക്ക് കേട്ടാ. ആരെയും വീട്ടിൽ വിറവില്ലാത്തോണ്ട് എല്ലാരും ഇറങ്ങി പോവാ. വിറവും ഗ്യാസും ഒന്നുമില്ല, കറണ്ട് എടുപ്പില്ല നമ്മളെ കണക്ക്. അമ്മ കണി എന്തൊരു നോക്കിയിരിക്കുന്ന? അല്ല ഇപ്പോഴും ഉണ്ടോ മനോരമ? മനോരമ മംഗളമൊക്കെ ഇപ്പോഴും ഉണ്ട്. പണ്ട് അമ്മ മേടിക്കൂലായിരുന്ന ഗൃഹലക്ഷ്മി. നമ്മുടെയൊക്കെ ഫോട്ടോ ചരമത്തിൽ അടിച്ചു തരും. ഇതുപോലൊന്നും വരില്ല ചിരിക്കണ്ട. ഇപ്പോഴും ഉണ്ടല്ലേ ഇതുപോലത്തെ കഥ എഴുതലൊക്കെ. നിർമാല നമ്മള് നേരെ ഹൈപ്പറേ വന്നു കേട്ടോ. നമ്മൾ കുറച്ച് മലക്കറി സാധനം അതൊക്കെ മേടിക്കാം. എന്തായാലും ഇതുവരെ പട്ടി ചന്തയ്ക്ക് പോലെ വന്നേല്ലേ. ഇപ്പൊ എന്തെങ്കിലും മേടിക്കാണ്ട് പോയാൽ എണ്ണക്കാശെങ്കിലും മുതലാവണ്ടേ. ഞാൻ എന്തിനു വന്ന് ഈ കെറ്റിലിനകത്തൊക്കെ ചായ ചൂടാക്കി കൂടെ? നമ്മുടെ വീട്ടിൽ കെറ്റിലൊക്കെ അല്ലെങ്കിൽ കഷ്ടകാലം വരുമ്പോ എല്ലാം കേടാകും. ഒരു സാധനം ഈ കമ്പനിക്കാർ ഇറക്കുന്ന അത്രയും നാള് വർഷങ്ങളോളം നിൽക്കത്തില്ല. പിന്നെ ഈ കമ്പനിയൊക്കെ അടുത്തോട്ട് പോകില്ലേ, ഒരെണ്ണം പന്നിലാകുമ്പോഴല്ലേ അടുത്തത് മേടിക്കൂ. അതെനിക്ക് അറിയാം. ഇതൊക്കെ നേരത്തെ മേടിച്ചു വെക്കാൻ ഞാൻ അറിഞ്ഞൂടായിരുന്ന. അങ്ങനെ അറിയാൻ ഗ്യാസ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു. കറക്റ്റ് ഗ്യാസ് തീർന്നതിന്റെ അന്ന് പറയണ് അയ്യോ ഇൻഡക്ഷൻ പന്നലായെന്ന്. ഇപ്പൊ എന്തിനാ മീറ്റ് മേടിക്കാം? അല്ല ഗ്യാസ് ഇല്ലാതെ ഇതൊക്കെ എന്തിനാ നോക്കുന്നേ? കിടന്ന് വിറവിൽ ഊതട്ടെ. എന്തായാലും മേടിക്കാം. നാളെ അമ്മ വിറകിൽ ഊതി ഉണ്ടാക്കി തരും. നമ്മുടെ ചൂര മേടിക്കാം, കേരച്ചൂര മേടിക്കാം. ഇനി എന്തിനാണോ പീസാക്കി കറക്കി. അല്ലെ കൊഞ്ചു മേടിക്കേ, കൊഞ്ചു മേടിക്കാം. അര കിലോ കൊഞ്ചു മേടിക്കാം. കൊഞ്ചൊക്കെ ഫ്രഷ് ആട്ടോ. ഇതിപ്പോ പിടിച്ചോണ്ട് വന്നു കോവളത്തുനിന്ന്. കൊഞ്ചിന് വില കൂടുതലാ. കൊഞ്ചിന് 640 രൂപ കിലോ. 1 കിലോ 640 രൂപ. ഇത് 430 രൂപ ഒരു കിലോ. നമ്മുടെ വീട്ടിൽ അവിടുത്തെ പച്ചക്കറി കടയിലൊക്കെ ഇതുപോലെ ലൈറ്റ് ഇട്ടാ ഇത്രയും പച്ചപ്പൊക്കെ തോന്നും. അതല്ലേ ഒരു ഫുള്ള് ലൈറ്റിലാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിക്കണം, അടുപ്പ് ഗ്യാസ് ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് വേകുന്നതും ഒത്തിരി കഷ്ടപ്പാടില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ, ചീര ഒന്നും അടിയാതെ ഒരു തോരനായി ഉണ്ടാകുന്ന സാധനങ്ങൾ എല്ലാം കൂടെ നാളെ രാവിലെ കണ്ടിച്ചിറക്കി വെച്ചിട്ട് പച്ചക്ക് വരുന്നില്ല. ഇതിനൊരു അനുസരണയില്ല. ഞാൻ വിളിക്കുന്നത് കണ്ടത് പോന്നണ്ട. ഓക്കെ, നമ്മള് കുറച്ച് സാധനമൊക്കെ മേടിച്ചോട്ടോ. എന്തായാലും കിട്ടാഞ്ഞിട്ടില്ലേ, നമ്മളിത് മേടിക്കാനല്ലോ വന്നേ. ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇതിന് ഇത്ര സ്റ്റോക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. മണ്ടന എനിക്കൊന്ന് ഭൂമിയിലെ ആൾക്കാര് തല്ലി മരിക്കാൻ പോണത് ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. എങ്ങനെയുണ്ട് എന്റെ പ്രവചനം? ഇനി വല്ലതും പോയി നമുക്ക് ഞം അടിക്കാം. ഞം അടിക്കണ്ടേ? ഉത്തരവാദിത്വം കൊണ്ട് ലോക്ക് കഴിഞ്ഞാ എന്തോ പറയാനാ. ഇനിയിപ്പോ എന്തോ മരുന്നെടുത്ത് വെച്ച് കാണാം നമ്മള്. ഇതിലും വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനൊന്നും ബിന്ദു ആടത്തില്ല. ബിന്ദു ആരുടെ മോളെന്നറിയാവോ? സുന്ദരൻ ഡോട്ടർ. അമ്മ നാളെ ഒന്നുകൊണ്ട് മേടിക്കണ്ട. ഞാൻ രാവിലെ അമ്മയ്ക്കുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്ത് തരും ഞാൻ കേട്ടോ. കുറച്ച് കുറവ് അച്ഛൻ പുളിയിലൊക്കെ കയറി വെട്ടി ഒടിച്ച് കൊണ്ടുവന്നായിരുന്നു. നമ്മള് കുടുംബ വീട്ടിൽ പോയി. തീർന്ന് നിങ്ങൾ എന്തിനാ ഇത്ര എടുത്ത് വേവിക്കുന്ന? അത് കുറേശ്ശെ എടുക്കണം. എടാ അതിന് നമ്മള് 5 നാഴി അരി ഞാൻ ഒരുമിച്ചിട്ട് വേവിച്ച് വെക്കും. ഈ നാഴി അരി നമ്മൾ 4 ദിവസം തിന്നും. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? ഞാൻ കുളിക്കാത്തോണ്ടല്ല കേട്ടോ തൊപ്പി വെച്ചേക്കുന്നത്. ഇതൊക്കെ ലുക്കിന്. എന്റെ സാധനങ്ങളൊന്നും കാണുന്നില്ല. എന്റെ ഒരു ചുമന്ന തൊപ്പി ഉണ്ടായിരുന്നു. അവൻ എവിടെയെങ്കിലും പോകുമ്പോ അവന്റെ തൊപ്പി കാണത്തില്ല, അവന്റെ പാന്റ് കാണത്തില്ല, അവന്റെ ജെട്ടി കാണത്തില്ല, അവന്റെ ഷോക്സ് കാണത്തില്ല. ഇതിനെ എല്ലാം ഞാൻ നുള്ളി പറക്കൊണ്ട് കൊടുക്കണം. കൊണ്ട് തരണം. എന്നിട്ട് ഞാൻ 1/2 മണിക്കൂർ കിടന്ന് നോട്ടമായിരിക്കും. ഞാൻ കളിക്കുന്ന അതുപോലത്തെ സ്റ്റെപ്പ് ഇട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഒരു സർപ്രൈസ് സാധനം മേടിക്കും. സെയിം അതുപോലെ തന്നെ ആയിരിക്കണം.
ഇതാണ് സ്റ്റെപ്പ്. അങ്ങനെ അതുപോലെ കാണിച്ച എന്റെ സർപ്രൈസ് ഗിഫ്റ്റ്. എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാലിന് മുട്ടുപോയി വന്ന് ലിഫ്റ്റ്. ഏതായിരുന്നു ന്യൂ ഇയർ വരല്ലേ എന്റെ ഇടയാവേ സമയത്തറിയാമ വാച്ചല്ലി കിടക്കുന്ന നോക്കങ്ങോട്ട്. 11 മണി കഴിഞ്ഞു. 11 മണി കഴിഞ്ഞേട്ടാ, നമ്മളിതുവരെ പോയില്ല. ചിക്കിങ് പറഞ്ഞു, റോസ്റ്റും പറഞ്ഞു, പിന്നെ ഒരു മിനി ബർഗർ പറഞ്ഞൊരു സംഭവം പറഞ്ഞു കേട്ടോ. അവിടെ ബിരിയാണി കഴിക്കാനായിരുന്നു കാര്യങ്ങൾ അടച്ചടേ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാതെ പോയിരുന്ന അമ്മയ്ക്ക് കുണം വരുമായിരുന്ന വീട്ടിൽ പോകുമ്പോ? ഇല്ല, അങ്ങിറങ്ങിയാലും കഴിക്കുമല്ലോ നീ. ഇതൊക്കെ എന്റെ മണ്ടയിലോട്ട് ഒഴിച്ചോ. ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് കഴിക്കുന്ന. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട്? കൊള്ളാം. ഒന്നാരും നടന്നില്ലെങ്കിൽ ബാക്കിയൊക്കെ നടന്നു. അമ്മ കുറച്ച് കഷ്ടപ്പാട് സഹിക്കാനാണ് ദൈവം പറയണത്. അത് കിട്ടിയാനായിരുന്നു. വേവിച്ചിന് സാധനം കിട്ടിയാൽ നമ്മൾ അടുപ്പിലായാലും വേവിക്കാം. ഒരു മിനി ബർഗർ പോലത്തെ ഒരു സാധനം മേടിച്ചേട്ടാ, ടേസ്റ്റ് നോക്കട്ടെ. ബണ്ണ് മാത്രമേ ഉള്ളതിനകത്ത്. കഴിച്ചിട്ട് വരാം കേട്ടോ. ഹായ്. ഒന്നുമില്ല, ഇൻഡക്ഷൻ ഒന്നും ഇല്ല. അതൊക്കെ ആമ്പിള്ളേരെ മേടിച്ചോണ്ട് പോയി മുമ്പേ. കിട്ടിയാലും എവിടെ ആയാലും ഇപ്പൊ ഒന്നും ഇല്ല അങ്ങ് സാധനം. ഇവിടെ കാണൂലായിരിക്കും കേട്ടോ, എങ്ങ് സ്റ്റോക്ക് ഇല്ല. ഓരോരോ കൊഞ്ച് 2 കിഴങ്ങും പിന്നെ എന്തായാലും എണ്ണ അടിച്ച് പോയല്ലേ, അത് മേടിച്ച് ചീര സാധനമൊക്കെ മേടിച്ചേട്ടാ. നിനക്ക് ചിന്ന ഒന്നുമില്ല. ഇതൊക്കെ രാവിലെ വെട്ടി അറിഞ്ഞു തരും. ഇവിടെ ചീരയും കൊണ്ട് അതൊക്കെ പച്ചക്ക് നിന്നാ മതി. അതുകൊണ്ടോ നമ്മളിനി പട്ടിണിയാ പൊന്നാ, നമ്മള് പട്ടിണിയാ കൂടാ. ഓക്കെ ഗൈസ്, ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ കാണാം സുഹൃത്തുക്കളെ. ഗുഡ് മോർണിംഗ്. ആധുനിക അടുപ്പാണല്ലോ. വിറകുണ്ടോ? കമ്പൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കേട്ടാ. എന്തിനാ മീൻകറിയാ? തേങ്ങ വറക്കുവാ. രാവിലെ എന്തിനാ ഉണ്ടാക്കി? മീൻ പൊരിച്ച് സാമ്പാറാ, മുട്ട പുഴുങ്ങി. പിന്നെ അവിടെ ഇടിയപ്പം ഉണ്ടാക്കി, കിഴങ്ങറി ഉണ്ടാക്കി. അവിടെ എങ്ങനെ ഇടിയപ്പം കിഴങ്ങറി? ഇല്ല, ഇവിടുന്ന് ഉണ്ടാക്കിട്ട് അവിടെ വെച്ച്. ഓ അങ്ങനെ. പഴയ ഇൻഡക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ അത് നന്നാക്കാൻ കൊണ്ട് കൊടുക്കാം. എന്തായാലും പുതിയത് പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്യാം. കടയിലൊന്നും മേടിക്കാനില്ല കേട്ടാ സാധനം. എന്തായാലും ഇരിക്കണത് കൊണ്ടുപോയി നന്നാക്കാം. അപ്പൊ കുറച്ചാളെങ്കിലും ഉപയോഗിക്കാലോ അത്. ഇൻഡക്ഷൻ എങ്ങും ഇല്ല. അത് ഇനി എടുത്താണ്, പഴയത് ഇനി എടുത്താണ്. എന്തൊരവസ്ഥയായി മനുഷ്യന്മാര്. ഇതെല്ലാം ഈ മനുഷ്യന്മാരുണ്ടാക്കി വെക്കുന്നല്ലേ ഇല്ലേ? ഈ മനുഷ്യന്മാര് ഈ ഗ്യാസ് കണ്ടുപിടിക്കാതിരിക്കും. നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഗ്യാസ് ഉണ്ടെന്ന്. ഇതിപ്പോ ഗ്യാസ് തന്ന് നമ്മളെ അങ്ങനെ ആക്കി. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ നമ്മള് വിറകിൽ നിന്നേനായിരുന്നു അല്ലേ? ഇതിപ്പോ നമുക്ക് സൗകര്യങ്ങളും സുഖങ്ങളും തന്നതുകൊണ്ട് നമുക്കിപ്പോ അത് വല്ലാതെ പറ്റത്തുമില്ല. നമുക്ക് ബയോഗ്യാസ് ഉണ്ടാക്കിയല്ലേ ചായന്ന്. എന്ത് പറയുന്നത്? മറ്റേ ഇല്ല M4 അവര് ചെയ്ത കണക്ക് മറ്റേ കന്നാസിനകത്ത് ചാണാൻ ഇറച്ചിട്ട്. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ പറ്റും. ബൈ ദ ബൈ ഗൈസ്, നമ്മുടെ താര കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉടനെ വരും കേട്ടോ. അപ്പൊ വെയിറ്റ് ഫോർ ദ വീഡിയോ. ഓക്കെ, അതൊക്കെ എവിടെ കൊണ്ട് കളഞ്ഞേക്കൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാ. അയ്യോ, അത് മൊത്തവും തുരുമ്പിച്ചടേ. ഇത് നന്നാക്കാൻ കൊണ്ടുപോയ ആളുകളുടെ തലക്കടിച്ച് കൊല്ലുന്നു. ഇത് ഇവിടെ ഞാൻ വെച്ചോണ്ടിരുന്നതാ. പിന്നെ പന്നലായപ്പോ പിന്നെ അവിടെ തന്നെ ഈ സ്വിച്ചിൽ കുത്തുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് പറ്റുമെന്ന് തോന്നുന്നു. ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. മൊത്തം തുരുമ്പെടുത്ത കേട്ടാ. തുരുമ്പിന്റെ കാര്യമില്ല, എനിക്ക് ചൂടായാ മതി. വെള്ളമൊക്കെ തിളപ്പിക്കാനും അരിയൊക്കെ വേവിക്കാനൊക്കെ പറ്റും. പഴയ ഇൻഡക്ഷൻ റെഡിയാക്കി എടുക്കുന്നവരും കുറച്ച് പാടാണ് കേട്ടോ. അത് മൊത്തം അങ്ങ് പോയായിരുന്നു. ഈ ചെറിയ സൗണ്ട് എന്ന് വെച്ചാൽ ഈ സ്റ്റിയറിങ് ഇവർ സെറ്റ് ചെയ്ത് ശരിയായില്ല കേട്ടോ. അതിന്റെ സൗണ്ടാണ് ചെറുത്. അത് ഉടനെ സെറ്റാക്കും. അപ്പൊ ഞാൻ പുതിയൊരു ഇൻഡക്ഷൻ മേടിച്ചിട്ടുണ്ട്. എന്താ ബാക്കി ഇരിപ്പുണ്ട്. ഈ ഗാർഡിന്റെ കേട്ടോ മേടിച്ചേ.
എന്തൊരു കഥവാ. അപ്പൊ ഗൈസ് എന്തായാലും അമ്മയ്ക്ക് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യാം. റെഡിയൊക്കെ നോക്കിയതാ, പക്ഷെ അത് പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ച് അതിന്റെ എല്ലാം പോയെന്ന്. ഒന്നിനുമില്ല അമ്മക്ക് ഒന്ന് ജോലി ഒന്നും ചെയ്യാൻ വയ്യ. എന്നാ കൊണ്ടുപോ, നീ കളിച്ചോ. ഇനി എന്തിനു ചെയ്യാം? അത് മതി. അടുപ്പാ? ഞാൻ മേടിച്ചൊന്നുമില്ല, വിറവ് മേടിച്ച്. ഇവിടെ ഉണ്ടായിരുന്ന കിട്ടി. വി ഗാർഡിന്റെ മേടിച്ചത്. 2 നട കേറി, പിന്നെ ഒരിടത്തുനിന്ന്. ഓ, ആ മുഖത്ത് ഒരു സന്തോഷം നോക്കൂ. ടൗൺ ഏരിയയില് ഭയങ്കര ചെലവാ. നമ്മളെ ഈ ഗ്രാമപ്രദേശം കിട്ടും. ഇനി കൊണ്ടുവച്ച് അരി വേവിക്കേ, കറി ഉണ്ടാക്കേ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഓ, ഹാപ്പി അടുപ്പിൽ കയറി ഉണ്ടാക്കുവാണ്. ഹാപ്പിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, ഗ്യാസ് ഇല്ലാതെ വലിയ പാടാ കേട്ടാ. അതിന്റെ കൂടെ ഈ ഇൻഡക്ഷനോട് ഇല്ലെങ്കിൽ കിടന്ന് അടുപ്പിലൊന്നും കിടന്ന് വേവിക്കാനൊന്നും പറ്റൂല. ഇതിന്റെ സ്റ്റിയറിങ്ങിന് എല്ലാ കഥവിന്റെ സൗണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പൊട്ടിച്ചൊന്നും നോക്കിയൊന്നുമില്ല. ഉദ്ഘാടനം ചെയ് പോയി. ഇല്ലേ കടുപ്പത്തി ചായ. വാ, ഹാപ്പിക്ക് സന്തോഷം. ഹാപ്പിക്ക് 2 ദിവസം കൂടെ മൂടോട്ടായിരുന്നു. ഹാപ്പിയുടെ ഒരു സന്തോഷം കണ്ടോ അത് കിട്ടിയപ്പോ? ഇല്ലടാ, അതോ അടുപ്പിന്റെ അവിടെ എന്തോരം ചൂടാ. എന്റെ എല്ലാം ഊരി കളഞ്ഞിട്ടത്. കമ്മലൊക്കെ ഊരി വെച്ചാ? ഓ, അതൊക്കെ ഊരി വെച്ച്. ഓ, അത് താത്തു വെക്കൂലേ? അതിനെ എടുത്തോണ്ട് നടക്കുന്നത്. അതിന് താത്തു വെക്കുന്നില്ല. ഒരു പകുതി സമാധാനമായില്ലേ? സ്വിച്ച് ഇട്. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇൻഡക്ഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞട്ടോ. എല്ലാരും കട്ടൻ കുടിക്കാണ്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ലല്ലേ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഭയങ്കര ടേസ്റ്റ്. പോയി സേവ് ഒക്കെ ചെയ്യും. മൊത്തം താടിയൊക്കെ വളർന്നിരിക്കുന്നു. ഞാൻ റെഡി ചെയ്ത് തരാം. ഇന്നലെ ഇതോടെ അച്ഛന് പനിയായിരുന്നു. രാത്രി നടക്കത്തില്ലെന്ന്. അങ്ങനെയൊക്കെ വരുന്നേ പെട്ടെന്ന് പാടാ. അച്ഛന് വയ്യായിരുന്നു, പനിയായിരുന്നു. അടുപ്പില് തീ രാവിലെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പവും. കണല് കിടന്ന് പിന്നെ അടുപ്പില് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ 2 കമ്പ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക, തീയാവും. പക്ഷെ ഒന്നേന്ന് വീണ്ടും കത്തിച്ച് വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ പെട്ടെന്ന് ഇപ്പൊ 2 പേര് കയറി വരുക, പെട്ടെന്ന് ചായ ഇടാൻ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്താണ് ബുദ്ധിമുട്ട്. കിടന്ന അടുപ്പ് കത്തിക്കുക, അങ്ങനെയൊക്കെ പാടാം. പുള്ളി ഇത് ശരിയാകും കൊടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു 3-4 ദിവസം എടുക്കുമായിരുന്നു. തോന്നെ സാധനം ഇരിപ്പുണ്ടെന്ന് ഇവിടെ. അപ്പഴേ ഈശ്വര 3-4 ദിവസവും. അപ്പൊ ശരിയാവും, ശരിയാക്കാൻ പറ്റും. എന്നവിടെ കൊടുത്തിട്ടൊന്നും അതിനെ കൂടെ പൈസ ആവില്ല. അത് കുഴപ്പമില്ല. ഇനി 3-4 ദിവസം ഇവര് ഇതിനകത്തോടെ നൂതാനാ. അല്ല, അതൊക്കെ അവിടെ കൊടുത്തിട്ട് നമുക്ക് ഇനി മേടിക്കാൻ ശരിയാക്കി. ഹാപ്പി ആയാ? ഹാപ്പി. എന്തെങ്കിലും അത്രയുള്ള എന്തൊരു വീഡിയോ ഇഷ്ടപ്പെടണം, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. വിറവില്ലാത്തവർക്ക് നമ്മൾ വിറവൊക്കെ തരാം കേട്ടോ. വിറവുണ്ടോ? വിറവ് ദാതാവ്. നിങ്ങൾ ആരും വിശ്വസിക്കല്ലേ, എനിക്കിവിടെ ഒരു ശകലം പോലും വിറവില്ല. വിറവ് ഞാൻ ഒരിടത്ത്